എനിക്ക് പ്രൊഡ്യൂസർ എപ്പോഴും ഞാൻ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെയല്ല, പടം ഓടുക എന്നുള്ളത് അത് ആടായാലും ഏത് പടമായാലും ഓടണം. ഇപ്പം നമ്മളെപ്പോലെ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്നാലും ഇത്രയും ഞങ്ങളെ വെച്ചിട്ട് അടുത്ത പടം ചെയ്യുള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വലിയ വലിയ സ്റ്റാർ പടങ്ങൾ പോലെ അല്ലല്ലോ. ആട് ശരിക്കും പറഞ്ഞാൽ ഒരു വൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പോലും അതിനൊരു ഇനിഷ്യലി ഭയങ്കര വലിയൊരു കളക്ഷൻ വന്നിട്ടുണ്ട് പടത്തിന്. അപ്പോൾ പടം ആൾക്കാർ പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം കണ്ട് അഭിനയിച്ചിട്ട് നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. ആൾക്കാർ തിയേറ്ററിൽ ചിരിച്ചാലേ ഈ പടം ഓടുള്ളൂന്നറിയാം. ഇതിനകത്ത് ആൾക്കാർ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു പടം എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആട് ശരിക്കും പറഞ്ഞാൽ 1, 2 പോലത്തെ ഒരു പടമല്ല ആട് ശരിക്കും. അത് കാണാൻ പോകുന്നവർക്കാണ് ഇത് കുറച്ച് നിരാശ ഉള്ളത്. കാര്യം ഇത് വേറൊരു നമ്മുടെ ഈ കാലഘട്ടത്തിലൊരു പടമാണ് ശരിക്കും. അതുപോലെ ടെക്നിക്കലായിട്ടും ഏറ്റവും നല്ല ടെക്നിക്കലായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്ന ടെക്നിക്കലി ഏറ്റവും നല്ല പടം ആടിൻ്റെ സീരീസിൽ ഇതായിരിക്കും. പിന്നെ തമാശകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്പാരിസൺ ഇല്ല. കുറേ നാൾ മുമ്പ് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല ഇപ്പം സിനിമ കാണുന്ന ആൾക്കാരും ഇല്ലേ. അപ്പം അതുപോലത്തെ നല്ല തമാശകളൊക്കെ തന്നെ എനിക്കാണ്. ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ പറയും, ചില ആൾക്കാർ ഇങ്ങനെ ആ പടം അയ്യോ എനിക്ക് ഫസ്റ്റ് ഹാഫ് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞാൽ ആ കഥയിലേക്ക് ഇത് കയറണമെങ്കിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത്രയും ഒരു ചെറിയ ഒരു സ്പീഡ് കുറവുണ്ട് എന്ന് പറയുന്നത് കറക്റ്റാണ്. എന്നാലേ കഥയിലേക്ക് കയറുമ്പോൾ അത് ഡയറക്ടർ അത് യാദൃശ്യമായിട്ട് സംഭവിച്ചല്ല, ആ കഥ പറച്ചിലിൻ്റെ രീതി അങ്ങനെ തന്നെ. പിന്നെ പുറപ്പെടാൻ പറഞ്ഞ തമാശകളൊക്കെ വന്നിട്ട് ക്യാരക്ടർ ഒന്ന് അങ്ങനെ ആയി.